എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേഷൻ ഈസ് എ സ്കാം. വെറുതെ പറഞ്ഞതാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. മോട്ടിവേഷൻ ഈസ് എ സ്കാം. മോട്ടിവേഷൻ ഈസ് എ സ്കാം. മോട്ടിവേഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാനത് വെറുതെ പറഞ്ഞതല്ല, അതിനെനിക്ക് വ്യക്തമായൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അറിയാൻ നിങ്ങൾ എന്റെ ഫസ്റ്റ് വീഡിയോ പോയി കാണണം, ചാനലിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനത് പറയാനുണ്ടായ സാഹചര്യം മനസ്സിലാവും. ശരി, അത് വിടും. കം ടു ദിസ് വീഡിയോ. ഹായ്, എന്റെ പേര് ഗോകുൽ. വെൽക്കം ടു ഗോകുലിസം. വെൽക്കം ബാക്ക്. ഈ വീഡിയോ എനിക്കും സ്പെഷ്യലാണ്, നിങ്ങൾക്കും സ്പെഷ്യലാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറും, വ്യൂ പോയിന്റ് മാറും, പോയിന്റ് ഓഫ് വ്യൂ മാറും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അവസാനത്തേക്ക് സ്കിപ്പ് ചെയ്തു പോകുന്ന എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല. സർപ്രൈസ് ഇല്ല. മൂവീസ്, നമ്മളെല്ലാവരും മൂവീസ് കാണാറുണ്ട്. മൂവീസ് പല ടൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ മൂവീസ് കാണുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചില മൂവീസ് നമുക്ക് മോട്ടിവേഷൻ തരും, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചില മൂവീസ് നമുക്ക് ഇൻസ്പിറേഷൻ തരും. അതേപോലെ ചിലത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ വേറെ ചില മൂവീസ് ഉണ്ട്, നമുക്ക് കണ്ട ഉടനെ എഴുന്നേറ്റ് ഓടാൻ തോന്നും. ഞാൻ എഴുന്നേറ്റ് ഓടാൻ തോന്നുന്നു ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയും എനർജി കിട്ടും, നമ്മൾ ചാർജ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ഭാഗത്തേക്ക് കിടക്കാം. ചില മൂവീസ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ ചില ലൈഫ് ലെസൺസ് തരും, നമുക്ക് ചില പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അങ്ങനെ നിറയെ ലൈഫ് ലെസൺസ് ഉള്ള ഒരു മൂവിയാണ് ഇത്. ഇതിൽ നിറയെ ലൈഫ് ലെസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറുന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് 2.5 മണിക്കൂർ എടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ഈ മൂവി കണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, എന്റെ ഈ വീഡിയോ കണ്ടാൽ മതി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ ജീവിതമേ മാറും, വേറെ ലെവലിലേക്ക് എത്തും. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങളിൽ ചിലർ ഈ മൂവി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ മൂവി കണ്ടിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ലൈഫ് ലെസൺസ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോന്റെ അവസാനം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈഫ് ലെസൺ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോ ഓരോരോ ലൈഫ് ലെസൺസ് നോക്കാം. ക്ലാസ്സിൽ ഏത് മണ്ടനും ചിലപ്പോൾ ആൻസർ പറയും, എക്സാമിൽ എഴുതുന്നവനാണ് ടോപ്പർ ആവുന്നത്. അത് സത്യമാണ്. കാരണം എനിക്കറിയാം, ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ആൻസർ പറയായിരുന്നില്ല, പക്ഷെ ഞാൻ എക്സാമിന് ആൻസർ ചെയ്തിരുന്നില്ല. സോ ഞാൻ ടോപ്പർ ആയിട്ടില്ല. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ആവുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. പക്ഷെ എനിക്ക് ആ ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, അത് സൂക്ഷിക്കുന്നതും പാടാം. ഇതെന്നെ ബാധിക്കില്ല, കാരണം ഇത് പൈസ ഉള്ളവരുടെ കാര്യം പറഞ്ഞത്. ആഗ്രഹം ക്യാൻസർ രോഗത്തെ പോലും അതിജീവിക്കും, ഭയം അൾസർ രോഗിയെ പോലും കൊന്നുകളയും. പോയിന്റ്. അടുത്ത് നോക്കാം. പൈസ സൂക്ഷിച്ചോ, ആരെങ്കിലും അടിച്ചോണ്ട് പോവാതെ. ഞാൻ ക്ലവറാണ് സാർ, എന്റെ പൈസ ആരും കൊണ്ടുപോകില്ല. ക്ലവറാണെന്ന് സ്വയം ഇങ്ങനെ പറയാവോ? പറയാം, ഞാൻ പറയാറുണ്ട്. പറയാമല്ലോ സാർ. പിന്നല്ല, ആഫ്റ്റർ ഓൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ഇത് വലിക്കരുത്, അപകടമാണെന്ന് എഴുതി വെക്കും പോലെ എന്നെ പോലുള്ളവരെ തൊട്ട് കളിച്ചാൽ അതും അപകടമാണെന്ന് കൂടി എഴുതി വെക്കണ്ടേ സാർ? അതല്ലേ അതിന്റെ ശരി? യെസ്, ഇത് കേൾക്കാൻ ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഈ ആശയം എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ ഇത് ആരെങ്കിലും പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇപ്പൊ വരാം, ഒരു ചെറിയ കാര്യമുണ്ട്. എല്ലാരും കണ്ണടക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് കണ്ണടക്കണ്ട. ഇത് കണ്ടോ? കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. ഞാനിത് മുന്നേ ഉണ്ടാക്കി വെച്ചതാ. എനിക്ക് ഈ ആശയം മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ആരെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇതിപ്പോ എവിടെ വെക്കൂപ്പോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, പുറത്തും എടുക്കാം. നിങ്ങളും ഇതുപോലെ ഒരെണ്ണം തയ്ച്ചു വെച്ചോ, ആവശ്യം വരും. നെക്സ്റ്റ്. കയ്യിൽ ആയുധമുണ്ടായാൽ മാത്രം ആയില്ലടാ, അത് ഉപയോഗിക്കാനും കൂടെ പഠിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ സ്വയം ആപത്ത് വിളിച്ചു വരുത്തും. പോയിന്റ്. ഭയപ്പെടുന്നവന്റെ പേര് ഭീരുവെന്നാണ്, ഭയപ്പെടാത്തവന്റെയോ വീരനെന്നും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതേപോലത്തെ ഒരു സംഭവം ഞാൻ എവിടെയോ
ഭീരുക്കൾ 1000 തവണ മരിക്കും. ധീരന് മരണം ഒരു തവണയേ ഉള്ളൂ. ഹാൻഡിക്യാപ്ഡിനെ കമന്റ് ചെയ്യരുത്. തെറ്റാണ്, തെറ്റാണത്. സാറിനെന്നല്ല, ലോജിക് ആർക്കും വേണ്ട. എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാ ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്. പോയിന്റ്. നമുക്കറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യരുത്. നമുക്ക് പറ്റാത്ത പണി ട്രൈ ചെയ്യുകയും അരുത്. ഇതെന്നെ ഇമോഷണലി ഡൗൺ ആക്കി. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് മാത്രം എന്നെ ഇമോഷണലി ഡൗൺ ആക്കി. ഫസ്റ്റ് പറഞ്ഞത് ഓക്കെ, നമുക്ക് അറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യരുത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞത്, അപ്പൊ നമുക്ക് അറിയാത്ത പണി പഠിച്ചിട്ട് ചെയ്യാമോ? ഓക്കെ, നമുക്ക് അറിയാത്ത പണി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പുള്ളി ഇന്നത്തെ വില്ലനാണ്, പക്ഷെ പുള്ളി പറയുന്ന ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതും സത്യമായിരിക്കും. ഓക്കെ, ഏതായാലും പുള്ളി ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതല്ലേ, സോ നമുക്ക് അറിയാത്ത പണി ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കിയോണ്ട് ഞാൻ അറിയാത്ത പണി ചെയ്യുന്നില്ല. സോ ഞാൻ ഈ ചാനൽ നിർത്താൻ പോവാണ്. ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ ലൈഫ് മാറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ലൈഫ് മാറി. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞത് വരുന്നതായിരിക്കും. അതൊരു ബോണസ് ടിപ്പാണ്. ആ ബോണസ് ടിപ്പോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും. മൈ ലാസ്റ്റ് വീഡിയോ. ലക്ഷങ്ങൾ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ് പോലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച 1 രൂപ കൊണ്ട് വാങ്ങണം. ജീവിതം ഹൈവേ ആണ്, വിജയം വൺ വേയും. അതിനൊരു ഷോർട്ട് കട്ട് നോ വേ. നിങ്ങൾക്കൊരു സാഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ചാനൽ നിർത്തുക പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഇനിയും വരും. ചാനൽ നിർത്തുന്നില്ല. ഈ അറിയാത്ത പണി ചെയ്യാൻ അറിയോന്ന് അറിയണമല്ലോ. പിന്നെ ഇത് കോമഡിയെ വിചാരിക്കേണ്ട, ഇത് ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. ഓക്കെ, സോ ഫൈനലി ഞാൻ ചാനൽ നിർത്തുന്നില്ല. ഞാൻ ഇനിയും വരും, കാത്തിരുന്നോ. തിരുമ്പി പോർ ഐഡിയ അല്ലേ. ഓക്കെ, സോ ബൈ.